അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, അതീവ സങ്കീർണമായ സാഹചര്യത്തിലൂടെയാണ് ലോകം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് നമ്മുടെ സ്വന്തം താമസ സ്ഥലത്ത് തളച്ചിടപ്പെട്ടിരിക്കുകയാണ്. ഗൾഫ് രാജ്യങ്ങളിലുള്ള ലക്ഷോപലക്ഷം സഹോദരങ്ങൾ സ്വന്തം റൂമുകളിൽ തളച്ചിടപ്പെട്ടിരിക്കുന്നു. നാട്ടിലുള്ള സഹോദരങ്ങളും സഹോദരിമാരും മക്കളും ഇതുപോലെ സ്വന്തം വീടുകളിൽ തന്നെ കഴിഞ്ഞുകൂടാൻ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. ആർക്കും പുറത്തിറങ്ങാനാവുന്നില്ല. എല്ലാവർക്കും ഫ്രീ ടൈമാണ്. ഒരു ജോലിയുമില്ല. എല്ലാവരും വീട്ടിലിരിക്കണം, റൂമിലിരിക്കണം. ഇങ്ങനെ ഫ്രീ ടൈം നോക്കി കിട്ടിയിരുന്നെങ്കിൽ നാം ഉല്ലാസയാത്ര പോകുമായിരുന്നു, കുടുംബ സന്ദർശനം നടത്തുമായിരുന്നു, കുടുംബ വീടുകളിൽ പോയി താമസിക്കുമായിരുന്നു, കളിയും ചിരിയും തമാശയും വിനോദവുമായി സമയം നമ്മൾ വിനിയോഗിക്കുമായിരുന്നു. പക്ഷേ ഇന്ന് നമ്മുടെ മനസ്സ് അതിന് പാകപ്പെട്ടതല്ല, അനുകൂലമായ സാഹചര്യമല്ല. നമുക്ക് ഭീതിതരാണ്, ഏറെ ഭയചകിതരാണ്. ഇറ്റലി പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് രോഗികളെ പരിചരിക്കുന്ന ഡോക്ടർമാരും നഴ്സുമാരും നൽകുന്ന വാർത്തകളും ശബ്ദങ്ങളും വീഡിയോകളും നമ്മളെ വല്ലാതെ കരയിപ്പിക്കുന്നു. അവിടെയുള്ള പതിനായിരക്കണക്കിന് രോഗികൾക്ക് ചികിത്സ നൽകാൻ സാധിക്കാത്തത് കൊണ്ട് അല്പം പ്രായം കുറഞ്ഞ ഒരു ചെറുപ്പക്കാരനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നാൽ നിർദ്ദയം അല്പം പ്രായം കൂടിയവൻ്റെ വെന്റിലേറ്റർ വലിച്ചൂരി ഇവന് നൽകുന്ന ദൈന്യമായ സാഹചര്യം. കാരണം ഇവൻ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ സാധ്യത കൂടുതലാണ്. അയാൾ മരിക്കട്ടെ എന്ന് വെച്ച് അത് വലിച്ചൂരുമ്പോൾ ആ മനുഷ്യൻ്റെ കണ്ണുകൾ കൊണ്ട് ആ നഴ്സിൻ്റെ മുഖത്തേക്ക് നോക്കുന്ന ആ ദൈന്യമായ നോട്ടം, അവരത് വിശദീകരിക്കുമ്പോൾ ഏതൊരു മനസ്സിനെയും അത് പിടിച്ചെറിച്ചു കൊണ്ടിരിക്കുന്നു. വല്ലാത്തൊരു സാഹചര്യം. ഇത്ര വലിയ ദുരിതപൂർണമായ ഒരു സാഹചര്യത്തിലേക്ക് നാം നീങ്ങുമോ എന്ന കടുത്ത ആശങ്ക ലോകത്ത് ഓരോ മനുഷ്യനും പങ്കുവെച്ചു കൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ നമുക്ക് എന്ത് സംഭവിച്ചു? എന്താണ് ഇത്ര വലിയ വിപത്തുകൾ നമുക്ക് വരാൻ കാരണം? ലോകത്ത് ഈ പ്രപഞ്ചത്തിൻ്റെ സ്രഷ്ടാവായ സർവ്വകാര്യങ്ങളും നിശ്ചയിക്കുകയും തീരുമാനിക്കുകയും നടപ്പാക്കുകയും അനുനിമിഷം നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ഒരേ ഒരു ശക്തിയാണ് അള്ളാഹു. ആ അള്ളാഹു മനുഷ്യരുമായി സംവദിക്കാൻ തിരഞ്ഞെടുത്ത ഒരേ ഒരു ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. ആ ഖുർആനിലെ സൂറത്ത് ശൂറ 30-ാം സൂക്തം ഇങ്ങനെ: മനുഷ്യരെ, നിങ്ങളെ ബാധിക്കുന്ന ഏതേത് വിപത്തുകളും നിങ്ങളുടെ കരങ്ങളുടെ പ്രവൃത്തി കൊണ്ടാണ്. ധാരാളം തെറ്റുകൾ അള്ളാഹു മാപ്പ് ചെയ്യുന്നുണ്ട്. ഈ സൂക്തം വ്യക്തമാക്കുന്നത് മനുഷ്യൻ്റെ തെറ്റിൻ്റെ അനന്തരഫലമാണ്, മനുഷ്യൻ്റെ പ്രവർത്തനങ്ങളുടെ അനന്തരഫലമാണ് മനുഷ്യ സമൂഹത്തിന് ബാധിക്കുന്ന ഓരോ വിപത്തും എന്നതാണ്. COVID-19 ഒരു പക്ഷേ മനുഷ്യൻ്റെ നേരിട്ടുള്ള സൃഷ്ടിയാകാം. ഇപ്പോൾ തന്നെ ആരോപണങ്ങൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നു. ഒരു ആയുധമായി യുദ്ധത്തിൽ ഉപയോഗിക്കാൻ ചില രാജ്യങ്ങൾ സൃഷ്ടിച്ചെടുത്ത വൈറസാണ് COVID-19 എന്നത്. ആയിരിക്കാം, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ നേരിട്ടുള്ള സംവിധാനമായിരിക്കാം. എന്തായിരുന്നാലും മനുഷ്യ പ്രവർത്തനങ്ങളുടെ അനന്തരഫലം മനുഷ്യൻ അനുഭവിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ അള്ളാഹു മാറ്റിവെച്ച് ചില കാര്യങ്ങളുടെ ശിക്ഷ അള്ളാഹു ഇവിടെ വെച്ച് നൽകുന്നു എന്നതാണ് വിഷയമെന്ന് ഖുർആൻ വ്യക്തമാക്കുന്നു. ഒരുപാട് കാര്യങ്ങൾ അള്ളാഹു മാറ്റിവെക്കുന്നു എന്നാൽ സൂറത്തു നഹൽ 61-ാം സൂക്തം അത് പറയുന്നുണ്ട്. വലൗ യുആഖിദുല്ലാഹു النَّاسَ بِظُلْمِهِمْ مَا تَرَكَ عَلَيْهَا مِنْ دَابَّةٍ وَلَكِنْ يُؤَخِّرُهُمْ إِلَى أَجَلٍ مُّسَمًّى. അള്ളാഹു മനുഷ്യരെ അവരുടെ അതിക്രമത്തിനനുസരിച്ച് ശിക്ഷിക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ ഈ ഭൂമിയിൽ ഒരു ജീവി പോലും ബാക്കി ഉണ്ടാകുമായിരുന്നില്ല. പക്ഷേ അവരുടെ തെറ്റുകൾക്കുള്ള ശിക്ഷ ഒരു നിശ്ചിത അവധിയിലേക്ക് അള്ളാഹു മാറ്റിവെക്കുകയാണ്. അതാണ് സത്യം. അപൂർവമായി ചില കേസുകളുടെ ശിക്ഷ അള്ളാഹു ഇവിടെ വെച്ച് നൽകുന്നതാണ് മനുഷ്യൻ അനുഭവിക്കുന്ന തൻ്റെ ജീവിതത്തിലെ ഓരോ ദുരിതങ്ങളും ദുരന്തങ്ങളും എന്നാണ് ഈ സൂക്തം വ്യക്തമാക്കുന്നത്. മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹു പറയുന്നു, ഇമ്രാൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു രോഗിയായി കിടക്കുമ്പോൾ ഞങ്ങൾ അദ്ദേഹത്തിനെ സന്ദർശിക്കാനായി ചെന്നു. അദ്ദേഹം കടുത്ത വേദന അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ചോദിച്ചു, ഇമ്രാൻ, താങ്കൾ വല്ലാത്ത പ്രയാസത്തിലാണല്ലോ,
ഞങ്ങൾക്ക് വലിയ ദുഃഖമുണ്ട്. ഇമ്രാൻ ഈ ഘട്ടത്തിൽ പറഞ്ഞു, ഒരിക്കലും നിങ്ങൾ അങ്ങനെ പറയരുത്. അള്ളാഹുവാണ് സത്യം. ഇന്ന അഹബ്ബഹു ഇലല്ലാ അഹബ്ബുഹു ഇലൈ. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താണോ അതെനിക്കും ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ്. കാരണം ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, വമാ അസ്വാബക്കും മിൻ മുസീബത്തിൻ, ഈ സൂക്തം, നിങ്ങളെ ബാധിക്കുന്ന ഏതേത് വിപത്തുകളും നിങ്ങളുടെ കരങ്ങളുടെ ചെയ്തി കൊണ്ടാണെന്ന്. ഫഹാദ ബിമാ കസബത്ത് യദായ, ഇതെൻ്റെ കൈകൾ ചെയ്ത പ്രവർത്തനങ്ങളുടെ അനന്തരഫലമാണ് ഞാൻ അനുഭവിക്കുന്നത്. വസയഅ്തീനി അഫു റബ്ബി, ഇത് കാരണം എൻ്റെ റബ്ബിൻ്റെ മാപ്പ് എനിക്ക് കിട്ടും, ഞാൻ ആ പ്രതീക്ഷയിലാണ് എന്ന്. അപ്പോൾ മനുഷ്യൻ ചെയ്യുന്ന തെറ്റുകളുടെ അനന്തരഫലം തന്നെയാണ് അവൻ അനുഭവിക്കുന്നത് എന്നർത്ഥം. ക്ഷമാപൂർവ്വം നമ്മൾ ഉൾക്കൊള്ളാൻ സന്നദ്ധരാകേണ്ടതാണ്. അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്ത് ഓതിക്കൊണ്ട് വിശദീകരിച്ചു, മാ അഫല്ലാഹു അൻഹു ഫഹു അഅസ്സു വഅക്റമു മിൻ അൻ യഊദ ഇലൈഹി ഫിൽ ആഖിറ. അള്ളാഹു ഒരുപാട് മാപ്പ് ചെയ്യുമെന്ന് പറഞ്ഞല്ലോ. അത്തരം തെറ്റുകൾ, ഇപ്പം മാപ്പ് ചെയ്ത് വിട്ട തെറ്റുകൾ, ഇനി നാളെ പാരത്രിക ലോകത്ത് അത് തിരിച്ചു കൊണ്ടുവന്ന് നമ്മൾ ശിക്ഷിക്കാൻ സാധ്യത വളരെ കുറവാണ്. അള്ളാഹു ഉദാരനാണ്, അള്ളാഹു അജയ്യനാണ്, പ്രതാപശാലിയാണ്. അതേസമയം ഒമാ അഖബ അലൈഹി ഫിദ്ദുനിയ, ഈ ലോകത്ത് അള്ളാഹു നമ്മൾ ചെയ്തിട്ട് തന്ന ശിക്ഷ ഇനി അക്റമു മിൻ അൻ യുഈദ ഇലൈഹി ഫിൽ ആഖിറ, പാരത്രിക ലോകത്ത് വീണ്ടും ശിക്ഷ തരുന്നതും അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം സാധ്യത കുറവാണ്. അള്ളാഹു ഉദാര മനസ്കനാണ് എന്ന്. അപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ ക്ഷമിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ഇത് അള്ളാഹുവിൻ്റെ ഒരു പരീക്ഷണമാണ്. തീർച്ചയായും അള്ളാഹു നാളെ ആഖിറത്തിൽ നമ്മെ രക്ഷപ്പെടുത്താൻ വേണ്ടി നമുക്ക് അള്ളാഹു തരുന്ന ചെറിയ ചില പരീക്ഷണങ്ങളും ഭയപ്പാടുകളുമാണെന്ന് നാം ഓർക്കുക. ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ അനിവാര്യമായും ചെയ്തിരിക്കേണ്ടത്, അള്ളാഹുവിൻ്റെ പരീക്ഷണമാണ്, നമ്മൾ ചെയ്ത പ്രവർത്തനങ്ങളുടെ അനന്തര ഫലമാണെന്ന് മനസ്സിലാക്കുമ്പോൾ എന്താണ് ഞാൻ ചെയ്ത തെറ്റുകൾ എന്ന് നാം ഓരോരുത്തരും ചിന്തിക്കാനും ആ തെറ്റുകളിൽ നിന്ന് തിരിച്ച് നേർവഴിക്ക് വരാനുള്ള ആലോചനകൾ മുഴുകാനും അനുയോജ്യമായ സുവർണാവസരമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഭീതി ഒരു ഭാഗത്ത്, മറുഭാഗത്ത് ടൈം ഫുൾ ഫ്രീ. ഈ സമയം നമ്മൾ ചിന്തിക്കാൻ ഉപയോഗപ്പെടുത്തണമെന്ന് സ്നേഹപൂർവ്വം അപേക്ഷിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.